ഡോക്ടർ, സത്യമേ വെറുതെ എന്റെ സമയം പാഴാക്കി. ഡോക്ടർ എന്താ പറയുന്നെന്ന് മനസ്സിലായില്ല. ആ കുട്ടി തികച്ചും നോർമലാണ്. എന്തിനാ ചെക്കപ്പിന് വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയത്? ആന്റി കേട്ടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്യാമ ഗർഭിണിയല്ലാന്ന്. ശാരദാമ്മേ, നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? അല്ല സത്യമേ, ഞാൻ അത് വെയിറ്റ്. എന്താ ഇവിടെ നടക്കുന്നേ? ഇതിലപ്പുറം എന്ത് നടക്കാനാ ഡോക്ടർ? ശ്യാമ ഗർഭിണി അല്ലാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെ ആരാ ഇവിടെ പറഞ്ഞത്? നോർമൽ ആണെന്ന് പറഞ്ഞ പിന്നെ ഗർഭിണി അല്ലാന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ? എനിക്കതറിയില്ലായിരുന്നു. സത്യമേ, ഈ കുട്ടിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവളുടെ വാക്കുകൾ എന്റെ വായിലോട്ട് തിരികെ വെക്കരുതെന്ന് പറയണം. ഡോക്ടർ, എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ആ കുട്ടി ഗർഭിണിയല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഷീസ് പ്രഗ്നന്റ്. നോർമലാണെന്ന് പറഞ്ഞ ഗർഭിണിയല്ലാന്ന് അർത്ഥമില്ല. ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ അവസ്ഥ തന്നെയാണ് ഗർഭിണിയാവുന്നത്. ആ കുട്ടിയുടെ പ്രഷർ ലെവലും ഷുഗറും ഒക്കെ കൺട്രോളിലാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നോർമലാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലാതൊന്നുമല്ല. ഇങ്ങോട്ടിരിക്കും ഡോക്ടർ. ആ കുട്ടിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഞാൻ കണ്ടു. തുടർന്നും അത് തന്നെ കഴിച്ചാൽ മതി. ശരി. ദാ ഈ ടോണിക് കൂടി കൊടുത്തേക്കൂ. ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ സത്യമേ? ഫീസ് ഞാൻ അയച്ചേക്കാം ഡോക്ടർ. അതിന്റെ ഒന്നും ആവശ്യമില്ല സത്യമേ. നമ്മൾ തമ്മിൽ എന്തിനാ ഫോർമാലിറ്റീസ്? ഓക്കെ, ശരി. സത്യമേ, മോളെ, സത്യമയാണോ ഡോക്ടറെ കൊണ്ടുവന്നത്? അതെ. എന്തിനാ സത്യമേ ഇപ്പൊ ഒരു ചെക്കപ്പ്? 2 ദിവസം മുമ്പ് എന്റെ മന്ത്ലി ചെക്കപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് മോളെ, ഒന്നോടൊന്ന് ചെക്കപ്പ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഡോക്ടർ എന്റെ ഒരു ഫ്രണ്ടാ. ഒരു സ്പെഷ്യൽ ചെക്കപ്പ് നടത്താന്ന് അവള് പറഞ്ഞു. അതാ. സുസ്മിത എന്താ ഇവിടെ? നാണം കിട്ടും മതിയായില്ലേ അമ്മയ്ക്ക്? ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ല ഇവളെ വിശ്വസിക്കരുത് നമ്മോട്. ഇത് ഇവരെല്ലാരോടും നടത്തുന്ന നാടകം ആന്റി. ഇവരൊന്നും വിശ്വസിക്കരുത്. ശാലിനി എല്ലാത്തിനും പിന്നിൽ. ഇനി എന്താടി നിനക്ക് പറയാനുള്ളത്? അല്ല ആന്റി, ഞാൻ ശാലിനി എല്ലാത്തിനും പിന്നിൽ അല്ലടി. ആന്റി കണ്ടില്ലേ വിഷ്ണുട്ടൻ എന്നെ തല്ലിയത്? ആന്റി, തല്ലല്ല, നിന്നെ കൊല്ലുക വേണ്ടത്.
ഡേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പറയുന്നത് കള്ളമാണെങ്കിൽ നീ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന്. പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി തരാൻ വേണ്ടി തന്നെയാടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആഹാ, അപ്പൊ ശ്യാമ ഗർഭിണിയല്ലാന്ന് ഇവളാണോ സത്യമേ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? ശാരദാമ്മ അത് ഞാൻ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. ചൂലെടുത്തോണ്ട് വരട്ടെ അമ്മ ഞാൻ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇവളൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലമ്മേ. ഇവളൊക്കെ ജനിച്ച തന്നെ കള്ളം പറയാൻ വേണ്ടിട്ടാ. ശാരദാമ്മേ, മാപ്പ്. അയ്യോ സത്യമേ, അങ്ങനെയൊന്നും. മാപ്പ് പറയേണ്ടടുത്ത് അത് പറയുക തന്നെ വേണം. മോളെ, നിന്നോടും ഈ സമയത്ത് നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്താ സംഭവം? അത് പിന്നെ ശാലിനി. വിഷ്ണു, അവളോടെ ശാരദാമ്മ പറഞ്ഞോളും. നീ വാ. അല്ലമ്മ, ഇവിടെ വരാൻ. ഒന്ന് വാടാ. വിഷ്ണു, വാ. ഒരു വിളിക്കായി കാതോർക്കാം മിഴിയടയ്ക്കുമ്പോൾ, മറുവിളിക്കായി ഞാൻ പോരാമുയിരു പൊള്ളുമ്പോൾ, കടലിനും അറിയാം തോഴി കടലുപോൽ വിരഹം, ഇരവുകൾക്കറിയാം നാളെ തെളിയുമീ പ്രണയം, തനിമരത്തിനു ഡാ, പൂക്കാലം വന്ന് കേറിക്കേ. വരുമോ? എവിടെ നീ പ്രണയിനി അറിയുമോ? ഒരു കാവൽ മാടം കണ്ണുറങ്ങാതിന്നുമെന്നുള്ളിൽ പ്രണയിനി. ശാലിനി, ആ ഡോക്ടർ എന്തിനാ കള്ളം പറഞ്ഞത് ശ്യാമ ഗർഭിണിയാണെന്ന്? ഡോക്ടർ കള്ളം പറഞ്ഞിട്ടില്ലമ്മേ.
ഡോക്ടർ പരിശോധിച്ച പേഷ്യന്റ് പ്രഗ്നന്റ് ആയിരുന്നു. എന്തടി? കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി. ക്ഷമ, നീ പ്രഗ്നന്റ് ആണോന്ന് പരിശോധിക്കാൻ സത്യമ്മ ഡോക്ടറെ കൊണ്ട് വന്നിരിക്കുന്നു. അയ്യോ കുഞ്ഞേച്ചി, ഞാൻ നമുക്ക് പേടിക്കണ്ട, നീ റൂമിന് പുറത്തേക്ക് പൊയ്ക്കോ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അത് കുഞ്ഞേച്ചി. ക്ഷമ, ഒന്ന് പെട്ടെന്ന് പോ. എഴുന്നേക്കണ്ട, കിടന്നോളൂ. അല്ല, അത് ഡോക്ടറാ, സത്യമ്മ പറഞ്ഞിട്ടാ. കിടന്നോളൂ. ഇയാളുടെ കുഞ്ഞിന്റെ സുഖവിവരങ്ങൾ നോക്കി പറയാൻ സത്യമ്മ എന്നെ പറഞ്ഞേൽപ്പിച്ചത്. ഞാനൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ. എന്റെ അമ്മ, എന്താ ഇതെല്ലാം? എന്തിനിപ്പോ ഡോക്ടറെ വിളിച്ചു വരുത്തേ? ഇനി ശ്യാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ശ്യാമ തന്നെയാണോ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയാ ഡോക്ടറെ വിളിപ്പിച്ചത്. എഴുന്നേറ്റുള്ളൂ ഊട്ടി. ഇപ്പോ കഴിക്കുന്ന മെഡിസിൻസ് ഏതാ? ലിസ്റ്റ് എല്ലാം ഫയലിലുണ്ട്. വേണ്ട, ഇരുന്നോ, ഞാൻ എടുത്തോളാം. ഈ മെഡിസിൻസ് എല്ലാം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. പരിശോധന കഴിഞ്ഞു. സത്യമ്മയല്ല എന്നെ വിളിച്ചത്. വിവരങ്ങൾ ഞാൻ അവരോട് പറഞ്ഞോളാം. എന്താ കുഞ്ഞേച്ചി? ക്ഷമേ, നീ ഇവിടെ ഇരുന്നോ. അത് ഞാൻ ഡോക്ടർ പോയി കഴിഞ്ഞാൽ വേഗം പുറത്തേക്ക് വരണം. ഞാൻ പുറത്ത് പോയിട്ട് വരുന്നത് പോലെ പുറത്തുനിന്ന് അകത്തേക്ക് വന്നോളാം. ശരി.
അങ്ങനെയാണോ? സത്യം വെളിപ്പെട്ടിരുന്നെങ്കിലോ എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഹോ, ഏത് നിമിഷവും തല ഇറങ്ങി വീഴുമെന്ന് പേടിച്ചാ ഞാൻ അവിടെ നിന്നത്. നീ രക്ഷിച്ചു മോളെ. പക്ഷേ ശ്യാമ ഗർഭിണിയല്ലെന്ന് സുസ്മിതയ്ക്ക് എങ്ങനെ മനസ്സിലായിന്ന്? അത് ഹോസ്പിറ്റലിൽ അവളുണ്ടായിരുന്നില്ലേ മോളെ? അവളുടെയും കൂടെ മുന്നിൽ വെച്ചല്ലേ നേഴ്സ് അബോർഷന്റെ കാര്യം പറഞ്ഞത്. സത്യമ്മ മാത്രമല്ല, നമ്മളും പേടിച്ചതല്ലേ. അബോർഷനായില്ലെന്ന് സത്യാമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചത് ആ ഡോക്ടർ കൂട്ടുനിന്നതുകൊണ്ടല്ലേ. എന്തായാലും ഇനി കൂടുതൽ കരുതൽ വേണം അമ്മേ. ഇതിപ്പം വേറെ ആരറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. അറിഞ്ഞിരിക്കുന്നത് സുസ്മിതയാ. ഇനിയിപ്പം അതിന്റെ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും അവളുടെ ശ്രമം മുഴുവനും. കുഞ്ഞേച്ചി, പേടിക്കണ്ട മോളെ. സുസ്മിത ഒരു കുഴപ്പം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പ്രതിരോധിച്ചിരിക്കും. നിന്റെ കുഞ്ഞേച്ചിയുടെ ഉറപ്പായത്. ഇങ്ങനെ സങ്കടപ്പെടാതെ ആശാനെ, എല്ലാം ശരിയാകും. എല്ലാം ശരിയാവും. കേട്ട് കേട്ടെന്റെ കാത് തഴമ്പിച്ചു. നീ തന്നെ എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടാ? എന്നിട്ട് എന്താ ശരിയായേ? ഒന്നും ശരിയായിട്ടില്ല. എടാ, നിനക്കറിയോ, സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ഞങ്ങള്. ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായ ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടില്ല. അത്രയ്ക്ക് ഇണക്കമുള്ള ദമ്പതികൾ. വിഷ്ണുവിന്റെ പെണ്ണ ശാലിനി. അതുപോലെ ഈ വിഷ്ണു ശാലിനിക്ക് മാത്രമുള്ളതാ. എടാ, ഞങ്ങളെ തമ്മിൽ അകറ്റാൻ സുസ്മിത എന്തുമാത്രം ശ്രമിച്ചു. എന്നിട്ട് നടന്നോ വല്ലതും? ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വിധിക്ക് മാത്രമേ പറ്റൂടാ. ആ വിധി എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്രൂരമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് എന്റെ സങ്കടം. ഒന്ന് സമാധാനിക്കുക ആശാനെ. ചെറിയൊരു കള്ളം പറയുന്ന പേരിലല്ലേ സത്യാമ്മ ഇപ്പോ ഇടത്തമ്മ അകറ്റി നിർത്തിയിരിക്കുന്നത്. അതൊക്കെ മാറും ആശാനെ. ആശാന്റെ ഏടത്തമ്മയുടെ കുഞ്ഞുമായി രണ്ടുപേരും കൂടെ ജില്ലാ കളക്ടറിന്റെ ബോർഡ് വെച്ച കാറിൽ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് നടക്കും ആശാനെ. നാളെ ഒരു നല്ല ദിവസം ഒന്ന് വിചാരിക്കേ. എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കാൻ നീ തന്നെ വഴി തെളിക്കണം. ഒരു ഞാൺമി കളിയ ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. തുണയ്ക്കണേ ദൈവങ്ങളെ. ഈ ശാരദയ്ക്കും മക്കൾക്കും സന്തോഷം വിധിച്ചിട്ടില്ലെന്നാണോ?
എന്താടി